ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വേക്കൻസിയാണ്. സെൻട്രൽ ഇന്ത്യയുടെ വേക്കൻസിയാണ്. പക്ഷെ ആൾ ഓവർ ഇന്ത്യയിൽ സെൻട്രൽ ഇന്ത്യയുടെ വേക്കൻസിയാണ്. അപ്പം ഒരുപാട് വേക്കൻസി ഉണ്ട്. ഒരു 5 വർഷത്തിന് മുന്നേ ഒരു വേക്കൻസി ഒരു പ്രാവശ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആദ്യമായിട്ടാണ് 5 വർഷം കഴിഞ്ഞു വരുന്ന വേക്കൻസിയാണ്. ബൾക്ക് വേക്കൻസി ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ വേക്കൻസിയാണ്. പക്ഷെ ആൾ ഓവർ ഇന്ത്യയിൽ ഇതിന്റെ പോസ്റ്റിംഗ് ആയാൽ ഇന്ത്യയിൽ എവിടെയായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ആൾ ഓവർ ഇന്ത്യയാണ്. അപ്പം നമ്മുടെ കേരളത്തിലും വരാൻ സാധ്യതയുണ്ട്, തമിഴ്നാട് വരാൻ സാധ്യതയുണ്ട്. അപ്പം മൊത്തം സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വേക്കൻസിയാണ്. ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പൊ നമുക്ക് ആ വേക്കൻസിയിലേക്ക് പോകാം. അല്ലെങ്കിൽ ആ വേക്കൻസിയിലെ ഏതൊക്കെ പോസ്റ്റാണ്, അല്ലെങ്കിൽ അതിലേതൊക്കെ ക്വാളിഫിക്കേഷൻ വേണമായിരിക്കും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, 10ാം ക്ലാസ്സുകാർക്ക് ഇതിനകത്ത് 10ാം ക്ലാസ്സുകാർക്ക് പറ്റിയ ഒരുപാട് വേക്കൻസി ഉണ്ട്. MTS വേക്കൻസി ഉണ്ട്, അസിസ്റ്റന്റ് വേക്കൻസി ഉണ്ട്, ക്ലർക്കിന്റെ വേക്കൻസി, അങ്ങനെ 10ാം ക്ലാസ്സുകാർക്ക് പറ്റിയ ഒരുപാട് വേക്കൻസി ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പം അതുകൂടാതെ ഇതിന്റെ ഏജ് എന്തായിരിക്കണം, ഏജ് ലിമിറ്റേഷൻ എന്തായിരിക്കണം, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ഈ സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഈ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനലിൽ വരുന്നതെങ്കിൽ, എൻ്റെ ഈ വേക്കൻസി വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ നിങ്ങൾ ലൈക്കും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ആദ്യം തന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, ഞാൻ നോട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് 10th ഡിഗ്രി ഓർ ഈക്വലന്റ് എക്സാമിനേഷൻ ഫ്രം എ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. 10th ഈവൺ, അതായത് ഈവൺ ഏറ്റവും ഇങ്ങേയറ്റം 10 പാസ്സായവർക്കുള്ള വേക്കൻസിയാണ് കൂടുതലും. അത് കണക്ക് തന്നെ പോസ്റ്റ് നെയിം ഇവിടെ പറയുന്നുണ്ട്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സുകാർക്ക് സുഖമായിട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. 12ാം ക്ലാസ്സുകാർക്ക് നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിലും ചെയ്യാം. അത് കണക്ക് തന്നെ വേറെയും വേക്കൻസികളുണ്ട്. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ ഉണ്ട്, സയന്റിസ്റ്റ് V ഉണ്ട്, സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ ഉണ്ട്, സീനിയർ ലാബറട്ടറി അസിസ്റ്റന്റ് ഉണ്ട്, അപ്പർ ഡിവിഷൻ ക്ലർക്കിന്റെ ഉണ്ട്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ഉണ്ട്, ഫീൽഡ് അറ്റൻഷനോട് ഓൺലൈനാണ്. അപ്പൊ ഈ ഒരു പോസ്റ്റിനൊക്കെ ഏജ് എന്തായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ നോട്ടിഫിക്കേഷനിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതുകൂടാതെ ഓൺലൈനാണ് ഇതിന്റെ അപ്ലൈ ചെയ്യേണ്ടത്. ഹു ക്യാൻ അപ്ലൈ മലജോബ് ഇന്ത്യയിലുള്ള നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ, ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മിനിമം 10th പാസ്സായവർക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇത് ആൾറെഡി സ്റ്റാർട്ടാണ്. അത് കണക്ക് തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ 28ാം തീയതി, ഈ മാസം 28ാം തീയതി തീരും. നിങ്ങൾ അതിനു മുന്നേ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. റിട്ടേൺ ടെസ്റ്റ് OMR ബേസ്ഡ് ടെസ്റ്റാണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ചെക്ക്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് നോക്കിയാൽ ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. റിട്ടേൺ ടെസ്റ്റ് OMR ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അത് കണക്ക് തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഞാൻ താഴെ എൻ്റെ വീഡിയോയുടെ താഴെ ലിങ്ക് തന്നിട്ടുണ്ട്, അപ്ലൈ ലിങ്ക് തന്നിട്ടുണ്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വ്യൂ ചെയ്ത് നിങ്ങൾക്ക് അത് മൊത്തം നിങ്ങൾ വായിച്ചു നോക്കണം, ഏതെല്ലാം കാര്യങ്ങൾ എന്തെല്ലാമാണ് അവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് കണക്കൊരു പേജാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ എന്റെ വീഡിയോയുടെ താഴെയുള്ള ആപ്ലിക്കേഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ ഇത് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യവും മനസ്സിലാകത്തില്ല. അവരുടെ ഒരു വെബ്സൈറ്റ് ആണ്, ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. പലരും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇത് സ്കാമാണ്, അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന്. പക്ഷെ അവരുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു വെബ്സൈറ്റ് ആണ്. ഇവിടെ നിങ്ങൾ ജോബ് എന്നുള്ള സെക്ഷൻസ് അല്ല, ഇവിടെ ജോബ്, ഈ ജോബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഈ ജോബിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വരും. ഇവിടെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് അപ്ലൈ ഓൺലൈൻ ജോബ് ഇൻ CPCB എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാനത് മൊത്തം കാണിക്കാൻ പോയാൽ ഒരുപാട് സമയമുണ്ട്. ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ഓൺലൈൻ അപ്ലൈ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോയാൽ ഒരുപാട് സമയം എടുക്കും, വീഡിയോ ഒരുപാട് നീളും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്.
അപ്പം നമ്മൾ നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് പേജ് ഹിന്ദിയിൽ കൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി വായിക്കാൻ അറിയാവുന്നവരാണ് ഹിന്ദിയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അഡ്മിനിസ്ട്രേഷൻ ആർ എന്ന് എഴുതിയിട്ടുണ്ട്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ബാക്കിയുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടഡ് 7/4 തൊട്ട് തുടങ്ങിയതാണ്. അത് കണക്ക് തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ 28/4. ഈ മാസം 28-ന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഏജന്റാണ് പറയുന്നുണ്ട് ഇവിടെ ഏതൊക്കെ പോസ്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ക്വാളിഫിക്കേഷൻ എന്താണ്, എത്ര പോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സയന്റിസ്റ്റ് ഉണ്ട്, 35 ഇയേഴ്സ് ആണ് അതിന്റെ അപ്പർ ലിമിറ്റ്. ഏറ്റവും കൂടിയ ഏജ് എന്ന് പറയുന്നത് 35 ആയിരിക്കണം. അസിസ്റ്റന്റ് ലേ ഓഫീസർ ഉണ്ട്, 30 വയസ്സായിരിക്കണം. സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ ഉണ്ട്, 30 വയസ്സായിരിക്കണം. സീനിയർ സയന്റിസ്റ്റ് അസിസ്റ്റന്റ് ഉണ്ട്, 30 വയസ്സായിരിക്കണം. ടെക്നിക്കൽ സൂപ്പർവൈസർ 30 വയസ്സായിരിക്കണം. അസിസ്റ്റന്റ് 30 വയസ്സായിരിക്കണം. അക്കൗണ്ട് അസിസ്റ്റന്റ് ഉണ്ട്, 30 വയസ്സായിരിക്കണം. ജൂനിയർ ട്രാൻസ്ലേറ്റർ ഉണ്ട്, 30 വയസ്സ്. സീനിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഉണ്ട്, 30 വയസ്സ്. സീനിയർ ലാബറട്ടറി അസിസ്റ്റന്റ് ഉണ്ട്, അത് ബിറ്റ്വീൻ 18-നും 27-നും ഇടയ്ക്കായിരിക്കണം. ജൂനിയർ ടെക്നീഷ്യന്റെ 18-നും 27-നും ഇടയ്ക്കായിരിക്കണം. ഇനി വരുന്ന കുറച്ച് അപ്പർ ഡിവിഷൻ ക്ലർക്കിന്റെ 18-27 വയസ്സിനും ആയിരിക്കണം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ബിറ്റ്വീൻ 18-നും 27-നും ഇടയിലായിരിക്കണം വയസ്സ്. സ്റ്റെനോഗ്രാഫർ ഉണ്ട്, അത് നിങ്ങൾ സ്റ്റെനോഗ്രാഫി പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെനോഗ്രാഫറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതും 18-27-നും ഇടയിൽ വയസ്സായിരിക്കണം. ജൂനിയർ ലാബറട്ടറി അസിസ്റ്റന്റ് ഉണ്ട്, 18-നും 27-നും ഇടയിലായിരിക്കണം. നിങ്ങളുടെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, 18-നും 27 വയസ്സിനും ഇടയിലായിരിക്കണം. ഫീൽഡ് അറ്റൻഡന്റ് ഉണ്ട്, അത് ബിറ്റ്വീൻ 18-27 ഇയേഴ്സ്, 18-നും 27-നും ഇടയിലായിരിക്കണം. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഇതിനകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട് ആർക്കൊക്കെ എത്രയൊക്കെ ഏജ് എങ്ങനെയൊക്കെയാണെന്ന്. ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. സയന്റിസ്റ്റ് ബിയുടെ പറയുന്നുണ്ട്. നമ്മൾ അത്രയൊന്നുമില്ല. ഞാൻ ഏറ്റവും താഴെ വന്ന് MDSന്റെ പറയുകയാണ്. ബാക്കിയുള്ള നിങ്ങൾ നോക്കണം. MDSന് ഇവിടെ പറയുന്നുണ്ട്, അപ്പർ ഡിവിഷൻ ക്ലർക്കിന്റെ പറയുന്നുണ്ട്, സ്റ്റെനോഗ്രാഫറിന്റെ പറയുന്നുണ്ട്. എല്ലാവരുടെയും ഏതൊക്കെ ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. MDSന്റെ പറയുന്നുണ്ട് 10th സ്റ്റാൻഡേർഡ് പാസ്ഡ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവരുടെ വെബ്സൈറ്റിൽ അവരുടെ നോട്ടിഫിക്കേഷനിൽ പറയാണ് 10th പാസ്സായവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്. ടോട്ടൽ ചാർജ് ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ 750 2 മണിക്കൂറത്തെ എക്സാം ആണ്. ഇതിന് 750 രൂപയാണ്. 750 രൂപ ഇതിന്റെ ജനറൽ OBC അങ്ങനെയുള്ളവർക്ക്, അല്ലാത്തവർക്ക് 350 രൂപയുമാണ്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.